അമ്മയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ സംസാരിക്കുകയാണ്. എടാ, നീ ലൈഫ് ആഫ്റ്റർ ഡെലിവറി വിശ്വസിക്കുന്നുണ്ട്? ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ഇത്ര പ്രിപ്പറേഷൻസ് എന്തിനാ? നോൺസെൻസ്. അങ്ങനെ ലൈഫ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കും? എങ്ങനെ ഇരിക്കുന്ന അറിയില്ല, പക്ഷെ ഇവിടുത്തെ കാൽക്കുള്ളിൽ വെട്ടമുണ്ടാവും. ചിലപ്പോൾ നമ്മൾ കാലുകളോട് നടക്കും, വായ കൊണ്ട് തിന്നും. റിഡിക്കുലസ്. എടാ, നമുക്ക് ന്യൂട്രീഷൻസ് കിട്ടുന്നത് പൊക്കിൾ കൂടി ഇത് സയൻറ്റിഫിക്കലി പ്രൂവണാണ്. ആയിരിക്കും, പക്ഷെ പുറത്ത് ഒരു പക്ഷേ ഈ ഫിസിക്കൽ കോഡിൻ്റെ ആവശ്യമില്ലെങ്കിലോ? ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോയാണെങ്കിൽ തിരിച്ചു വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ ഇതെൻ്റാണ്, ഇനി കംപ്ലീറ്റ് ഇരുട്ടാണ്, തീർന്നുമെല്ലാം. പുറത്ത് ഒരമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ? അമ്മേ, അതാരാ? ഞാനിതുവരെ കണ്ടിട്ടില്ല. എടാ, നമ്മളൊരു പക്ഷേ ചിലപ്പോൾ അമ്മയുടെ ഉള്ളിലായിരിക്കും, നമുക്ക് ചുറ്റും അമ്മയുണ്ടാവും. അമ്മയായിരിക്കും ഈ ലോകം തന്നെ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എടാ, ഞാനിങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ അമ്മയുടെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ അമ്മ എന്നെ ഇങ്ങനെ മുകളിൽ നിന്ന് വിളിക്കുന്ന പോലെയൊക്കെ തോന്നും. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഒരു ഒഴിഞ്ഞ കല്ലറയും 3 പേരുടെ പ്രതികരണമാണ്. മഗ്ദലേന മറിയം ഏറ്റവും ആദ്യം കല്ലറയിലെത്തുന്നു, കല്ലുരുട്ടി മാറ്റത് കണ്ടു. എന്നിട്ട് റോങ് ആയിട്ടുള്ളൊരു അസംഷൻ നടത്താണ്, അവനെ ആരടിച്ചു മാറ്റി. പീറ്റർ വരുന്നു, കയറുന്നു, കച്ചിയും തുവാലയും കാണുന്നു, നല്ല അനാലിസിസ് നടത്തി, പക്ഷേ ഒരു തീരുമാനം എടുക്കുന്നില്ല. യോഹന്നാൻ അകത്ത് കയറി കണ്ടു, വിശ്വസിച്ചു. ഇന്നത്തെ ഗോസ്പലിൻ്റെ അവസാനത്തെ ഭാഗത്ത് പറയുന്നത് അവൻ മരിച്ചെന്ന് ഉയർക്കേണ്ടിയിരിക്കുന്നു എന്ന് തിരുവെഴുത്ത് അവർക്ക് മനസ്സിലായില്ല. യോഹന്നാൻ ഒന്നും മനസ്സിലായില്ല, തിരുവെഴുത്ത് മനസ്സിലായില്ല. എങ്കിലും യോഹന്നാൻ അക്സെപ്റ്റ് ചെയ്തു. ഒഴിഞ്ഞ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ 3 വഴികളുണ്ട്. 1 അസംഷൻ, 2 അനാലിസിസ് നടത്താം, 3 ഒന്നും മനസ്സിലായില്ല, എങ്കിലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഹാപ്പി ഈസ്റ്റർ.